അതെ, എങ്ങോട്ടാ ഇത്ര തിരക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ? സ്ഥലമൊക്കെ പറയാം. ആദ്യം അതിന് മുമ്പ് പറയട്ടെ, ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ചെയ്തിടുന്നത് നാട്ടിൽ നിന്ന് തിരിച്ച് യു കെയിലെത്തി ഒരുപാട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. തിരക്കൊക്കെ ഒഴിഞ്ഞ് എല്ലാം റിലാക്സ്ഡ് ആയിട്ട് ഫോണിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ ഒരുപാട് ക്ലിപ്സ് കിടക്കുന്ന കണ്ടു. അപ്പോഴാണ് ഓർമ്മ വന്നത്, അയ്യോ ഈ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തില്ലല്ലോ എന്ന്. അങ്ങനെയാട്ടോ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക, ബിക്കോസ് ഒന്നുകൂടി അങ്ങോട്ട് പോയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അപ്പം ഞങ്ങൾ എവിടെ പോകാമെന്നറിയോ? എവിടെ പോകണേ? തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് കാണാൻ പോവാം. ഞങ്ങൾ ഇൻ ബിറ്റ്വീൻ ലഞ്ച് കഴിക്കാൻ കയറിപ്പോവാം. ഞാൻ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു, ചപ്പ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഉണ്ടപ്പൻ ചിക്കൻ ബിരിയാണി ഒന്ന് കഴിയിട്ട് വരുന്നു. നല്ല ആംബിയൻസ് ആട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് കാണാൻ എത്തി. ഓൾമോസ്റ്റ് താഴെ എത്തി. ഞാൻ അങ്ങോട്ട് കയറാൻ പോവാം. ലൈക്ക് എൻട്രൻസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഭയങ്കര ചൂടാണ്. ഇതേ ഉണ്ടപ്പൻ പണ്ടേ നടക്കാൻ മടിയാണ്. സോ കയറിയിരിക്കാം. എടുക്കോ ഹായ് കുഞ്ഞു. ഒന്ന് ഭയങ്കര എക്സൈറ്റഡ്. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എന്താ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാവേ. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഉള്ള യാത്രയാണ്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണേ. എത്തിയിട്ടേ ഇല്ല, ഇനിയുണ്ട് നടക്കാൻ. കുറേ കല്ലുകളുടെയും പുല്ലുകളുടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. വേർക്കുവാണെ പിന്നെ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കരമായിട്ട് വേർത്തിരിക്കുവാണ് ഞാൻ. ഭയങ്കര ചൂടാ. പക്ഷേ ക്ലൈമറ്റ് ഓൾമോസ്റ്റ് തണുപ്പാണ്. ഒരു ചെറിയൊരു ക്ലൗഡി അപ്പിയറൻസ് ഒക്കെയാണ്. പക്ഷെ എന്തോ ഭയങ്കര ചൂടാണ്. മേ ബി ക്ലൗഡി ആയതിൻ്റെ ആയിരിക്കാം. നടക്കുന്നത് ഭയങ്കര ജസ്റ്റ് നടപ്പാ. ഉണ്ടപ്പൻ പപ്പായി അങ്ങെത്തി. ഉണ്ടപ്പൻ നടക്കുന്നില്ല എന്തോ. ഉണ്ടപ്പന് ഭയങ്കര മടി നടക്കാൻ. അപ്പായി മടുത്തു ഉണ്ടപ്പനെ കൊണ്ട് നടന്നു. പിന്നെ നടക്കാം, കുഞ്ഞുകുട്ടികൾക്ക് നടക്കാനും പാടാണേ. ബിക്കോസ് ഫുള്ള് കല്ലും മണരാരണ്യങ്ങളിലൂടെയുള്ള നടപ്പാ. ഉണ്ടപ്പനെ നോക്കിച്ചിരിക്കുക. ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളം പോകുന്ന സൗണ്ട് നോക്കി കേൾക്കാം. ചെറുതായിട്ട് വെള്ളമൊക്കെ കാണും. പക്ഷേ കുറച്ചുകൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ അവിടെ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. ഹോപ്പ്ഫുള്ളി കാണാല്ലേ. നമ്മളൊക്കെ ഈ പ്രേതങ്ങളുടെ ഇതിൽ കണ്ടിട്ടില്ലേ, ഏഴിലമ്പാല. ഇവിടെ ഡേഞ്ചർ സൈനൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. പുഴയിൽ ഇറങ്ങാൻ പാടില്ല, ബിക്കോസ് ഡ്രൗൺ ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇട്ടിട്ടുണ്ട് അപായമൊക്കെ. ലൈറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ടൈം ഓൾമോസ്റ്റ് 3 മണി കഴിഞ്ഞു. അവരേതോ കേവിൻ്റെ അണ്ടറിലൊക്കെ പോയിരിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എ ബിഗ് കേവ്. ലൈറ്റ് കുറവാണ്. കുഞ്ഞു സേ ഹായ്. ഫൈനലി നമ്മളിതാ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഉണ്ടപ്പൻ ഇങ്ങനെ പകച്ചൊന്ന് നിൽക്കുകയാണ്. വെള്ളമൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇതെന്താ സംഭവം എന്നൊന്നും അറിയാത്ത ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഒരു പേടിയുണ്ട്. പക്ഷേ സ്റ്റിൽ ഹി വോണ്ട്സ് ടു ഗോ. അവിടെ പോയിട്ട് എല്ലാം ടച്ച് ചെയ്യണം, വെള്ളത്തിൽ കാല് തൊടണം, ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പിച്ചനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. വേറെ 1-2 ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നുമുള്ള സമയമല്ലായിരുന്നു നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് കിട്ടി. ഇപ്പോൾ ഫൈനലി ഇതാ ഞാനും കാലിടാനൊക്കെ തീരുമാനിച്ചു. നല്ല തണുപ്പുള്ള സമയം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഉണ്ടാവും, കാലിടാൻ പറ്റും എന്നൊന്നും പ്രതീക്ഷിച്ച് വന്നതല്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു എന്താ പറയുക പ്രിപ്പറേഷനോട് കൂടി ഒന്നും അല്ല വന്നത്. ഉടുപ്പാടെ വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഒന്നും ഒരു സ്പെയർ ഉടുപ്പ് പോലും, ഞാൻ ഒരു തോർത്ത് പോലും ഞങ്ങൾ കയ്യിലെടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണേ.
ഇതാണ് വെള്ളച്ചാട്ടം. ഉണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ താഴെ ഇറങ്ങില്ല. ക്ഷത്രിയ രക്തം. അപ്പോൾ അങ്ങനെ ഉണ്ടപ്പോൾ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഒന്ന് കൈയിടാനായിട്ട് സമ്മതിച്ചു. അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ആഴമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. കുറച്ച് അങ്ങോട്ടേക്കാണ് ആഴമുള്ളത്. അവരവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് പാസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഉണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഉടുപ്പൊക്കെ ചെറുതായിട്ട് നനഞ്ഞു തുടങ്ങിയതിൻ്റെ ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തിലാണ്. അപ്പം ഒരു തവണ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും തന്നെ അത് റിപ്പീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെയും അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറകിൽ നല്ല വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. സോ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ചെറിയ പാറയുടെ സൈഡിലായിട്ട് ഫോണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ 3 പേരും ഇറങ്ങുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒരു തവണയൊക്കെ പോയി കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കുഞ്ഞിലേ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് സ്കൂളിൽ നിന്നോ എവിടെ നിൽക്കുകയോ ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട കാഴ്ചയാണ്. കേരളത്തിൽ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ലൊരു വാട്ടർഫോൾന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, ബിക്കോസ് മേ ബി അത് ക്ലൈമറ്റിൻ്റെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോവുക, എൻജോയ് ചെയ്യുക. അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പോയി കാണാനായിട്ടുള്ള ഒരു സംഭവമൊന്നും ഇല്ല. ഇതിന് എൻട്രൻസ് ഫീസ് 80 റുപ്പീസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 80 ആണോ 20 ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഉണ്ടപ്പന് ഫീസ് ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് അവിടെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞ് ഷോപ്സ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് ചായ കുടിക്കണമെങ്കിൽ അവിടെയുള്ള ആൾക്കാർ തന്നെ ചായ വിൽക്കുന്നു, ചെറിയ ചെറിയ സ്നാക്സ്. പിന്നെ ഇവരുടെ തന്നെ കടകളുണ്ട്. അതായത് നമ്മുടെ കാട്ടുതേന്, ചെറുതേന്, വൻതേന്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഇതുകൊണ്ടപ്പോൾ വയ്യെ കയറി വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, പക്ഷെ ആരെയും കൈ വിടുന്നില്ല. അച്ഛൻ്റെ കൈയാണ് പിടിച്ചിരിക്കുന്നത്. കൈ വിടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. അതായത് അവൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ബിക്കോസ് നമുക്ക് വർഷത്തിലൊരിക്കലും അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ കിട്ടുന്നൊരു സന്തോഷമല്ലേ ഇതൊക്കെ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് കേട്ടോ ഇത്. ഉണ്ടപ്പാൻ ഇതാ ഉടുപ്പൊക്കെ ഊരി, ട്രൗസറൊക്കെ ഊരി, ഡയപ്പർ മാത്രമായി ഇട്ട് മാറാൻ ഒരു തുണി പോലും ഇല്ലേ. അതിന് അഹങ്കാരം കൊണ്ടപ്പനില്ല. കൂത്തക്കോലെന്ന് പറയാം. ഫൈനലി വാട്ടർഫോൾസിനോട് ഞങ്ങൾ ബൈ ബൈ പറയാൻ സമയമായി. ഉണ്ടപ്പോൾ പടയ സ്റ്റൈലായിട്ടുണ്ടോ. ഡയപ്പർ മാത്രമേ ഉള്ളൂ. ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നടക്കണേ. See you next year. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു എൻജോയ്ഡ്. ടേക്ക് കെയർ.